greater glory of God. ദൈവത്തിൻ്റെ ഉപരിമഹത്വം. എന്താണ് ഉപരിമഹത്വം? ദൈവത്തിൻ്റെ ഉപരിമഹത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം പ്രാവർത്തികമാകുന്നത് മനുഷ്യൻ്റെ സമ്പൂർണമായ വളർച്ചയിലാണ്. ആത്മീയവും മാനസികവും ശാരീരികവും ഭൗതികവുമായിട്ടുള്ള എല്ലാ വളർച്ചയും ഉണ്ടാകുമ്പോൾ, ഇൻ്റഗ്രേഷൻ സംഭവിക്കുമ്പോഴാണ് ശരിക്കുള്ള വളർച്ച ഉണ്ടാകുക. മെച്ചപ്പെട്ട രീതിയിൽ മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും സാമൂഹികവും ആധ്യാത്മികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള കൃപ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഈ പരിശീലനം കൊടുക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. പ്രാണൻ വെടിഞ്ഞവർക്കും ഈ നാടക സംഘത്തിലുള്ള എല്ലാവരുടെയും കണ്ണീർ നാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു ഇനിഗോ ചരിതം. ഇംഗ്ലീഷ് ടീച്ചർ ഇപ്പൊ വരുവേ. വലുതും ചെറുതുമായ ഒരുപാട് നക്ഷത്രങ്ങൾ അങ്ങ് ദൂരെ ആകാശത്ത് മിന്നുന്നു, തിളങ്ങുന്നു, കൺചിമ്മുന്നു. എന്ത് രസമാ കാണാൻ. പക്ഷേ അതൊക്കെ എവിടെ പോയി? ഇവിടെ ആരുമില്ലേ? അമ്മുവിന്റെ ചേച്ചി ചേച്ചി ആ ടീച്ചർ വന്നായിരുന്നോ? ഇരിക്കട്ടോ. എന്തുവാടി വിളിച്ചേ? ഞാൻ പാവ അമ്മയെന്നാ പറഞ്ഞത്. ഞാൻ കേട്ടു. പോയി പല്ലേക്കടി. അമ്മേ എന്തുവാ? പോയിട്ട് വാടി. ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റു. പഠിക്കത്തുമില്ല. ടീച്ചറെ ചായ ഞാൻ ഇപ്പൊ കൊണ്ടുവരാൻ കേട്ടോ. ആ പണ്ടായ കൊച്ച് ഇപ്പഴാ എഴുന്നേറ്റേ. ഓക്കെ. ഈസ് ആൻഡ് വാസ്. പോയിരുന്ന് പഠിക്കടി. Good morning, teacher. Good morning. Sit down. ഇതല്ല, ഇത് പല്ല് തേക്കുന്ന ബ്രഷ്. അവിടെ കൊണ്ടുവച്ചിട്ട് വന്നേ. പുസ്തകം എടുത്തേ. എന്ത് ഒച്ച ഇത്? ഇന്നലെ പഠിപ്പിച്ച വായിച്ചേ. ഇന്നലെ പഠിപ്പിച്ചത് പാഠം 2 എന്റെ വിദ്യാലയം. തിങ്കളും താരങ്ങളും തൂവല്ലി കതിർച്ചിനും ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. വന്ദന ചൂട്.
ഫീസിന്റെ കാര്യം അമ്മോ കരാട്ടെ ക്ലാസ് ഓ കരാട്ടെ ക്ലാസ് ബോ ഹുഷ് ശിവരാജി ഷാ 1 2 3 4 5 ക്രോസ് ഹാ കീബോർഡാജി ഹാ ഷാ അങ്ങനെയല്ല കുട്ടി ഇങ്ങനെ ഹാ ഹോ ഒരു ശ്രദ്ധയില്ലേ കുട്ടിക്ക് നാളെ ഒരു നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നോണം ബോ ഹുഷ് ഹുഷ് ഞാൻ പഠിച്ചു മടുത്തു എപ്പോഴും ട്യൂഷൻ ക്ലാസ്സോടെ ക്ലാസ് അമ്മേ അമ്മേ എന്താ മോളെ ഞാൻ പഠിച്ചു മടുത്തു ഇന്ന് പള്ളിപ്പെരുന്നാളല്ലേ ഞാൻ പള്ളിപ്പെരുന്നാൾ പൊക്കോട്ടെ അയ്യോ മോളെ വേണ്ട നല്ല തിരക്കുള്ള സമയമാ അത് തന്നെയല്ല നമുക്ക് വൈകിട്ട് കുർബാനയ്ക്ക് പോകാം അതൊന്നും പറ്റത്തില്ല എനിക്ക് ഇപ്പൊ പോകണം അന്നാ പൊക്കോ പിന്നെ പോകുമ്പം കൂട്ടിനായിട്ട് സോണിയാനെ വിളിക്കണം പിന്നെ മേശപ്പുറത്ത് ദോശയും ചമ്മന്തി ഇരിപ്പുണ്ട് അത് കഴിച്ചിട്ടേ പോകാവൂ ശരി അമ്മേ സോണിയ എന്താ അമ്മ ഇന്ന് പള്ളിപ്പെരുന്നാളല്ലേ നീ പള്ളിപ്പെരുന്നാളിന് വരുന്നുണ്ടോ അയ്യോ അമ്മച്ചിയോട് ചോദിച്ചിട്ട് വരാം മന്ത്രിവരിയ ഈ ശ്രേഷ്ഠരായ കലാകാരന്മാർക്ക് ഉചിതമായ പാരിതോഷികങ്ങൾ നൽകുക ആൾക്ക് ഒരു സ്വർണ്ണ നാണയം വീതമായാലോ ഉചിതം അങ്ങനെ തന്നെ ആകട്ടെ റാൻ അടിയന് ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട് പറയൂ എന്താണത് നമ്മുടെ നാട്ടിലെ പ്രജകളെ ഒന്നടങ്കം മുക്കുന്നു മതം മാറ്റുന്നു മന്ത്രിവര്യൻ ഉദ്ദേശിക്കുന്നത് കപ്പൽ കയറി വന്ന വെള്ളപ്പറങ്കികൾ നമ്മുടെ നാട്ടിലെ ബ്രാഹ്മണരെ സഹിതം ക്ഷീമക്കാരാക്കുന്നു ആ ബ്രാഹ്മണരെ മതം മാറ്റിയിട്ടില്ല പാവപ്പെട്ട ജനങ്ങൾക്കിടെ സാമൂഹിക സേവനം നൽകുന്നതായാണ് എനിക്ക് അറിവ് ലഭിച്ചത് അല്ല അവരെ വെള്ളം വെച്ച് ഇങ്ങനെ കാണിക്കുന്ന ഇങ്ങനെ 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 പിന്നെ അവർ അമ്പലത്തിൽ കയറത്തില്ലെന്നേ വിദൂഷകൻ വെറുതെ പറയുന്നതാ അല്ല ഒരു ചായ കൊണ്ട് പറയുന്നത് ഈ ചെവികൊണ്ട് ഈ ചെവികൊണ്ട് ഞാൻ കേട്ടതാ ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് വിദൂഷകൻ വെറുതെ പരദൂഷണം പറഞ്ഞ് ബർത്തുകയും റാണിക്ക് പോകാം ചിലപ്പോൾ അവര് രാജാവിനെയും മുക്കും പിന്നെ പള്ളിയിലേക്ക് പോയി ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയേണ്ടി വരും മന്ത്രിവര്യൻ റാൻ ഉടൻ തന്നെ സർവ്വസൈന്യാധിപനോട് എന്നെ വന്ന് മുഖം കാണിക്കാൻ വിവരം നൽകുക അടിയൻ സർവ്വസൈന്യാധിപ അവരെ കൊണ്ട് സൈനികർ എത്തി കഴിഞ്ഞു പ്രഭു ഉടൻ ഹാജരാക്കൂ കതിരൻ അവരെ ഉടൻ തന്നെ രാജസന്നിധിയിൽ ഹാജരാക്കും ഹല്ലേലൂയ സ്തോത്രം അപ്പോൾ നിങ്ങളാണല്ലേ ആ മതപ്രചരണത്തിന് വന്ന പാതിരിമാർ എന്താ ഒന്നും മിണ്ടാത്തത് നാട്ടിറങ്ങിപ്പോയോ പ്രഭു ഞങ്ങൾ മതപ്രചരണത്തിന് വന്നവരല്ല സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവരെ ഉയർത്തിക്കുന്നവരാണ് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ അപ്പോൾ പിന്നെ അവരെയൊക്കെ നിങ്ങൾ മതത്തിൽ ചേർക്കുന്നതിനാ തിരുമേനി ഞങ്ങൾ ആരെയും മതത്തിൽ ചേർത്തിട്ടില്ല പിന്നെ അവരെ കൊണ്ട് ഇങ്ങനെ കാണിച്ച എന്തിനാ അവർ അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നവരല്ലേ അവർ ക്ഷേത്രങ്ങളിൽ പോയിക്കൊണ്ടിരുന്നവരല്ല സമൂഹത്തിന്റെ അടിത്തട്ടിൽ നരകയാതന അനുഭവിക്കുന്നവരാണ് അവർ എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പാണ്ഡ്യരാജ്യത്ത് വന്ന് പള്ളികൾ സ്ഥാപിച്ചത് അങ്ങയുടെ അധിപനായ
ശിരച്ഛേദം നടത്തുകയും ചെയ്യുന്ന നിങ്ങളുടെ ശിക്ഷാ രീതികളാണ് മാറ്റേണ്ടത്. രാജവേദിക്കെതിരെ ധിക്കാരം പറയുന്നുവോ സൈന്യാധിപൻ? ഇവരുടെ വാ മൂടിക്കെട്ടുക. കതിരാൾ, ഇവറ്റകളെ വാ മൂടിക്കെട്ടുക. ഇനി രണ്ടും ശബ്ദിക്കില്ല. മന്ത്രിവര്യൻ, പാണ്ഡ്യരാജ്യത്തിന്റെ അംഗരാജ്യമായ ഈ തിരുനാൾ കുറിച്ചിയുടെ അധിപനായ ഞാൻ മന്നവേന്ദ്ര മന്നാടിയാർ കൽപ്പിക്കുന്നു, ഈ രണ്ടു കള്ളപ്പാതിരിമാരെ ശിരച്ഛേദം നടത്തുക. അരുതേ, അങ്ങനെ ചെയ്യരുത് ആര്യപുത്ര, അത് പാപമാണ്. റാണി, ഭരണകാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല. അന്തഃപുരത്തിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് ഭാഗ്യമുണ്ടേ അന്ന് പരലോകത്ത് വെച്ച് കാണാം. പക്ഷേ നിങ്ങൾ നരകത്തിലായിരിക്കും. അവിടുത്തെ എന്നെ പൊരിക്കും നോക്കും. സഭ പിരിച്ചുവിട്ടിരിക്കുന്നു. ശിക്ഷാവിധിക്കുള്ള സമയമായി. കതിരവൻ, ഇവരുടെ ശിക്ഷ ഉടൻ നടപ്പിലാക്കുക. മുട്ടോക്ക കള്ളപ്പാതിരിമാരെ. കതിരവൻ, ഇവരുടെ കാലുകൾ ബന്ധിക്കുക. മുത്തുചാമി, കിങ്കരന്മാരോട് വരാൻ പറയുക. ശിക്ഷ നടപ്പിലാക്കുക. ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് പൊറുക്കണമേ. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ.
അമ്മയുടെ ഒരു വശം തളർന്നുപോയി. അമ്മ കിടപ്പില. ഈ മരുന്ന് കഴിച്ചില്ലേ അമ്മ എഴുന്നേൽക്കില്ല. സാരമില്ല മോളെ, നമുക്ക് വിറ്റ് തീർക്കാം. ടണ്ടടായ്, ടണ്ടടായ്. എടാ കൊച്ചു നിന്നേ, ആ കുറിപ്പടി ഇല്ലതാ. ഡിങ്കിടിങ്കാ. ഇനി ഞാൻ എന്റെ അമ്മയ്ക്ക് എങ്ങനെ മരുന്ന് വാങ്ങിക്കും? മോള് പേടിക്കണ്ട, ഞാൻ ഇന്നത്തെ മരുന്നിന്റെ പൈസ തരാം. മെഴുകുതിരി നമുക്ക് നാളെ വെക്കാം. ഇപ്പൊ നമുക്ക് വീട്ടിൽ പോയി മരുന്നിന്റെ കവർ കൊണ്ട് മരുന്ന് വാങ്ങിക്കാം. അമ്മച്ചി, അമ്മച്ചി. ആരാ മോനെ അവിടെ? അമ്മച്ചിയെ ഞാൻ മാത്രം കേട്ടോ. ആ ഇരിക്ക്. ശരി അമ്മച്ചി. അമ്മച്ചിക്ക് എങ്ങനെ പറ്റി അമ്മച്ചി? മേലാ മോനെ. അമ്മച്ചി പേടിക്കണ്ട. അമ്മച്ചിക്കുള്ള എല്ലാ ഗുളികയും ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം എന്തി അമ്മച്ചി? ആ മേശയുണ്ട്. ശരി അമ്മച്ചി. മോനെ നീ ഇവിടെ ഇരിക്ക്. വാ തുറന്നേ. വെള്ളം ഇച്ചിരി കുടിച്ചേ. ഈ ഗുളിക അങ്ങോട്ട് കഴിച്ചേ. ഇത്തിരി വെള്ളവും കൂടി. മോനെ നീ ഏതാ? പള്ളിയിൽ മെഴുകുതിരി വെക്കാൻ വന്നതാ. എന്റെ മോളും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. എന്തിയാവോ? നിനക്കെന്താണ് ഇവിടെ കാര്യം? അമ്മേ, നീ എന്താ ഇവിടെ? അമ്മേ, മരുന്ന് ഞാൻ ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട മോളെ, മരുന്നൊക്കെ അവൻ എനിക്ക് തന്നു. ഞാൻ വിചാരിച്ചു നീ വലിയ കുസൃതി കുട്ടിയാണെന്ന്. നല്ല കുട്ടിയാട്ടോ. അല്ല സിസ്റ്ററെ, നമ്മുടെ പള്ളിയുടെ മുമ്പിലെ തലയിൽ മുടിയില്ലാത്ത ഒരു പ്രതിമയുണ്ടല്ലോ, അതാരുടെയാ? അതാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. ഇഗ്നേഷ്യസ് ലയോളയോ? അതാരാ? അദ്ദേഹം ഒരു വിശുദ്ധനാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ സ്ഥാപിച്ച വിദ്യാലയത്തിലാണ് നിങ്ങൾ ഇപ്പോ പഠിക്കുന്നത്. അദ്ദേഹം പഠിപ്പിച്ച പാഠങ്ങളാണ് നീ ഇപ്പോ കാണിച്ചത്. ഇഗ്നേഷ്യസ് ലയോളയുടെ ചരിത്രം പറയുമ്പോൾ ചിലതെല്ലാം നാം അറിഞ്ഞിരിക്കണം. മധുരയിലും തിരുനെൽവേലിയിലും 2 പുരോഹിതന്മാർ രക്തസാക്ഷികളായി. രാജാക്കന്മാർ ചെയ്ത ആ ഘോര കൃത്യമാണ് ഇന്ന് പള്ളിപ്പെരുന്നാളിന് നാടക രൂപത്തിൽ നാം കണ്ടത്. എന്നിട്ടും ഈശോ സഭ നമ്മുടെ നാട്ടിൽ പള്ളിക്കൂടങ്ങളും സാംസ്കാരിക സ്ഥാപനങ്ങളും സ്ഥാപിച്ചു. അന്തോണിയോ ക്രിമിനാലി, ജോൺ സി ബ്രിട്ടോ എന്നീ 2 പുരോഹിതന്മാരാണ് അന്ന് രക്തസാക്ഷികളായത്. സിസ്റ്ററെ, ഇഗ്നേഷ്യസിന്റെ കഥ പറയാമോ? ഉത്തര സ്പെയിനിൽ പൊസക്കോവ എന്നൊരു നാട്ടുരാജ്യമുണ്ടായിരുന്നു. അവിടെ ലയോള എന്നൊരു പ്രഭുവംശം ഉണ്ടായിരുന്നു. സന്തോഷത്തോടെ പ്രഭുവായ ഡോൺ ബെൽട്രോവും ഭാര്യ മെറീന ദെലിക്കോയും 12 മക്കളും താമസിച്ചിരുന്നു. 1490 അവിടെ 13ാമത്തെ മകനായി വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ജനിച്ചിരിക്കുന്നു. കൂട്ടുകാരാ, 13 മക്കളുടെ പിതാവായിട്ടും താങ്കളുടെ മുഖത്തന്റെ ഇത്ര ദുഃഖം? ഒന്നുമില്ല. അങ്ങനെയാണോ ഞാൻ അറിഞ്ഞതേയില്ല. ഇരിക്കും. നന്ദി. എന്റെ ഈ ലോകത്തൊന്നുമല്ലേ മുഖം വല്ലാതായിരിക്കുന്നു. ഞാൻ ഓർക്കുകയാണ് കൂട്ടുകാരാ, ഞാനില്ല 13ാമത്തെ മകന്റെ പിതാവായിരിക്കുന്നു. ധാരാളം സമ്പത്ത്, ആജ്ഞാനവർത്തികളായ പരിചാരകർ, പിന്നെന്റെ മുഖത്തെയും ദുഃഖം. ഇത് ആനന്ദിക്കേണ്ട നിമിഷങ്ങളല്ലേ? ഒന്നും എനിക്കറിയില്ല സുഹൃത്തെ. സേനാനായകനല്ലാത്ത ഞാൻ പട നയിക്കുന്നു. മരണത്തെ ഭയക്കുന്നില്ല. ഫ്രഞ്ചുകാർക്കെതിരെ പോരാടുമ്പോൾ പോലും ഈ ലയോള കുടുംബം എന്നും കൂടെയുണ്ട്. പക്ഷേ ഈ ലയോള എന്ന പദത്തിന്റെ അർത്ഥം ചതുപ്പ് നിലമെന്നാണ്. ലയോള കാസലിന് കാവലായി 2 ജനനായകളുടെ തലയിൽ ഞാൻ ഭയക്കുന്ന എന്തും നടക്കുന്നുണ്ട്. അധികാരമോഹം, കാമം, ക്രോധം, മോഹം, ശത്രുത, കോപം, എല്ലാം ജീവിതത്തിന്റെ പല മുഖങ്ങളല്ലേ. എന്തിനു ഭയപ്പെടുന്നു? എന്റെ മക്കൾ ധീരന്മാരും ചിലപ്പോൾ ആവാസന്മാരുമാകുന്നു. അതിനായി ഇന്ന് വരുന്ന ഈ കുരുമ വരുമോ? ഇങ്ങനെ പേടിക്കാതെ ഇന്ന് പറഞ്ഞ ഈ മകൻ ഒരു വിശുദ്ധനാവും. താങ്കളുടെ നാവ് പൊന്നാകട്ടെ. വെലാസിസ് പ്രഭുവിന്റെ രാജകൊട്ടാരം. എന്തെല്ലാം കാഴ്ചകൾ! ഇനിഗോ പ്രഭുകുമാരന്റെ അരങ്ങേറ്റമാണ്. ഇനിഗോ, നിന്റെ വേഗത എന്നെ അത്ഭുതപ്പെടുത്തുന്നു.
നീയും മോശമല്ല, നന്നായിരിക്കുന്നു. ഇനി നാം കാണുന്നത് എന്നാണ്? നാം ഇനിയും കാണേണ്ടവരാണ്. നീ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ജീവിതം, എൻ്റെ ജീവിതോദ്ദേശം ഓരോ നിമിഷവും വിളിച്ചോകുന്നു. എൻ്റെ ഊർജ്ജസ്വലമായ ഭാവി ഞാൻ അറിയുന്നു. ഞാൻ അതിനു വേണ്ടി യത്നിക്കുന്നു. ജീവിതത്തിൽ മഹത്തരമായ പലതും നേടിയെടുക്കാൻ ഞാൻ നേടിയെടുക്കുന്ന വെല്ലുവിളികൾ എന്നെ പ്രേരിപ്പിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിന്റെ വേദാന്തങ്ങൾ. ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു. ഇവിടെ ഈ വെലാസ്കസ് പ്രഭുവിന്റെ കൊട്ടാരത്തിൽ ഇന്ന് നാം ഇവിടെ ഉപേക്ഷിക്കുന്നു. എങ്കിലോ ഇനിയും ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കും. ഞാനൊരു യോദ്ധാവാണ്. യുദ്ധത്തിലൂടെ മുന്നേറണം, പലതും വെട്ടിപ്പിടിക്കണം. ഇന്ന് നമ്മൾ പിരിയുകയാണ്. സുഹൃത്തെ, നിനക്ക് മംഗളങ്ങൾ. നിന്നോടൊത്തുള്ള ഈ കാലങ്ങൾ ഞാൻ എന്നും ഓർക്കും. ഞാൻ സ്വയം പ്രകാശിക്കാനും മറ്റുള്ളവരുടെ ജീവിതം പ്രകാശമാക്കുവാനും നിയോഗിക്കപ്പെട്ടവനാണ്. ഒരു സന്തോഷ വാർത്ത. എന്തു പറ്റി? എന്താണ് സന്തോഷ വർത്തമാനം? നിന്റെ പ്രിയതമ ചാൾസ് ചക്രവർത്തിയുടെ സഹോദരി കാതലീന നിന്നെ കാണാൻ വന്നിരിക്കുന്നു. അവളോട് വരാൻ പറയും. നിത്യനാഥ, ഞാൻ അങ്ങയുടെ കരങ്ങളിലെ ഒരു ഉപകരണമാണ്. എൻ്റെ വഴികൾ എനിക്കായി തുറന്നു തരിക. ഇനീഗോ ഈ ലോകത്തൊന്നുമല്ലേ? ഈ നേരത്തെ കത്തലീന, ഞാൻ സമയവും കാലമൊക്കെ നോക്കണോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത് കത്തലീന. ഈ കാത്തലീന എന്ന വിളിയോ നിർത്താമോ? ഒരു സ്നേഹവുമില്ല. പേരിൽ എന്തിരിക്കുന്നു? മനസ്സിലെ ഇഷ്ടമല്ലേ പ്രധാനം? ഇന്ന് അരങ്ങേറ്റം വളരെ നന്നായി എന്നറിഞ്ഞു. പലരും പറഞ്ഞു. എന്റെ അഭിനന്ദനങ്ങൾ. സ്വീകരിച്ചിരിക്കുന്നു. നാളെ ഇവിടം വിട്ട് പോവുകയാണല്ലേ? മറ്റുള്ളവരുടെ കാര്യം മാത്രം നോക്കൂ. എന്നെ പറ്റി ഒരു ചിന്തയുമില്ല. ആര് പറഞ്ഞു നിന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന്? എനിക്ക് എല്ലാവരുടെ കാര്യത്തിലും ശ്രദ്ധയുണ്ട്. എന്നും ഉപചാര വാക്കുകൾ മാത്രം. പിണക്കവ. പിണക്കം വേണ്ട. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ കൊട്ടാരത്തിലേക്ക് വാ. നമുക്കവിടെ സുഖമായി ജീവിക്കാം. കത്തലീന, അതൊക്കെ സാധ്യമായ കാര്യമാണോ? ഇപ്പോ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ സ്വയം പ്രകാശിക്കുവാനും മറ്റുള്ളവരുടെ ജീവിതം പ്രകാശപൂരിതമാക്കുവാനും നിയോഗിക്കപ്പെട്ടവനാണ്. ഇത്തരം വലിയ വർത്തമാനങ്ങളൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇനിയോയെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങേക്കഴിഞ്ഞാൽ ഷെവൽഗ്രീന വീഞ്ഞും വിശേഷപ്പെട്ട പഴങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിന്റെ കൈകൊണ്ട് എനിക്ക് പകർന്നു തരൂ. എന്റെ കൊട്ടാരത്തിലേക്ക് വരില്ലെങ്കിൽ ഞാൻ അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് വന്നോട്ടെ. സ്വാഗതം. പക്ഷേ നിന്റെ രാജകൊട്ടാരം പോലെ സമൃദ്ധമല്ല എന്റെ വാസസ്ഥലം. എന്നാലും ഞാൻ വരും. പ്രഭോ, പ്രഭോ, ചക്രവർത്തി, ഇനീഗോ ചക്രവർത്തി, എങ്ങും കലാപം പടരുകയാണ്. എല്ലാം നശിക്കുകയാണ്. പ്രഭുശക്തി ക്ഷയിക്കുന്നു. രാജശക്തി വളരുന്നു. ഗ്രാമീണ കർഷകർ ഇഷ്ടപ്പെടുന്നു. യുദ്ധം, അതല്ലാതെ മറ്റൊരു മാർഗമില്ല. സ്പെയിനിന്റെ സ്വത്തൊക്കെ വിദേശത്തേക്ക് കടത്തുന്നു. നമ്മുടെ പടയാളികളോട് തയ്യാറാകാൻ പറയൂ. പുറപ്പെടുക. അങ്ങേക്ക് വേദനിക്കുന്നില്ലേ? ഈ വേദനകളൊന്നും എന്റെ മനസ്സിനെ സ്പർശിക്കുന്നില്ല. കവർച്ചക്കാരെ ഈ സ്പെയിനിന്റെ മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കുന്നത് എനിക്ക് കാണാം. കഴിയില്ല പ്രഭോ. നമ്മുടെ കോട്ടയ്ക്കുള്ളിൽ പോലും അവർ പീരങ്കിയിൽ നിർത്തിയിരിക്കുന്നു. ഇനി ആകെയുള്ളത് വളരെ കുറച്ച് ഭടന്മാർ മാത്രമാണ്. എന്റെ മരണം ഞാൻ മുന്നിൽ കാണുന്നു. വിഷമിക്കാതിരിക്കുക. സ്പെയിൻ പാബുലോണ നഗരം തിരികെ പിടിക്കുന്ന നാൾ വരും. സ്പെയിനിന്റെ രാഷ്ട്രീയത്തോട് ഞാൻ വിട പറയുന്നു. ഈ തകർന്ന കാലിനൊപ്പം താങ്കളുടെ മനസ്സും തകരുമോ? പാടില്ല.
എൻ്റെ വീഴ്ച എൻ്റേതു മാത്രമാണ്. എൻ്റെ കാല് തകർത്തത് ഞാൻ തന്നെയാണ്. എനിക്ക് ഈ ലോകത്തോട് യാത്ര പറയാനുള്ള നേരമായിരിക്കുന്നു. അങ്ങേക്ക് അന്ത്യകുദാശ നൽകുവാനായി ഫ്രഞ്ച് സൈനികർ പുരോഹിതനെ അയച്ചിരിക്കുന്നു. അദ്ദേഹത്തോട് വരാൻ കഴിയും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ രോഗിലേപനം നൽകുന്നു. ഇനീഗോ, നീ നന്നായി ഉറങ്ങി. അവരൊക്കെ പോയോ? ആര്? സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മാലാഖമാര്. നീ എന്തേ ഈ പിച്ചും പേയും പറയുന്നത്? ശാപദോഷങ്ങളിൽ കഴിയുന്നവർക്ക് ശത്രു ആനന്ദങ്ങളുടെ ചിത്രങ്ങൾ അയച്ചു കൊടുക്കും. ഇന്ദ്രിയപ്രിയ ഭാവനകൾ ഉണ്ടാകും. പാപത്തിൽ തിളയ്ക്കുകയും താഴ്ത്തുകയുമാണ് അവന്റെ ലക്ഷ്യം. നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് കുറെ പുസ്തകങ്ങൾ തരും, വീരന്മാരുടെ സാഹസത്തിന്റെ കഥകൾ. അതൊന്നും ഇവിടെ ഇല്ല. ഈ സമയത്ത് നീ വായിക്കേണ്ടത് ഭക്തി പുസ്തകങ്ങളാണ്. അത് ഞാനിപ്പോൾ കൊണ്ടുവരാം. എന്ത് പുസ്തകമാണിത്? കർത്താവിന്റെ ജീവചരിത്രമാണിത്. ഇത്തരം പുസ്തകമൊന്നും വായിച്ച് എനിക്ക് സമാധാനം കിട്ടില്ല. പിന്നെ എന്ത് പുസ്തകമാണ് നിനക്ക് വേണ്ടത്? ധീരയോദ്ധാക്കളുടെ ചരിത്ര കഥകൾ, പ്രഭുക്കന്മാരുടെയും രാജകുമാരിമാരുടെയും പ്രണയകഥകൾ. ഈ അവസ്ഥയിലും നിനക്ക് ധീരകഥകളാണോ വായിക്കേണ്ടത്? നീ രോഗാതുരനാണ്. നിന്റെ കാലുകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുന്നു. അംഗവൈകല്യമുള്ള ഒരുവനായി ഈ ലോകത്ത് ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഉറക്കം വരുന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ ഇതെടുത്ത് വായിക്കുക. നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. എമ്മാനുവേ, നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. അയ്യോ പാവപ്പെട്ടവനാണേ, വല്ലതും തരണേ, എനിക്ക് വിശക്കുന്നേ, എന്നെ സഹായിക്കണേ, വല്ലതും തരണേ, പാവപ്പെട്ടവനാണേ. നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അയ്യേ ചുമ്മാ കള്ളം പറയാതെ. ഇത്രയും വില പിടിച്ച വസ്ത്രങ്ങളുള്ള നിങ്ങൾക്ക് കയ്യിൽ ഒന്നുമില്ലെന്നോ? ശേ, കഷ്ടം. ഈ വില കൂടിയ വസ്ത്രങ്ങൾ എനിക്ക് ഭാരമാണ്. ഇത് എനിക്ക് തരികയാണെങ്കിൽ എൻ്റെ വസ്ത്രങ്ങൾ നിനക്ക് തരാം. അയ്യടാ, അത് കൊള്ളാമില്ല. അപ്പൊ ഇത് എവിടെ വെച്ച് മാറും? ആ മരത്തിന്റെ മറവിലിരുന്ന് നമുക്ക് ഈ വസ്ത്രങ്ങൾ കൈമാറാം. പിച്ചക്കാരനായ ഞാൻ രാജാവോ? നല്ല രസമായിരിക്കും. ഞാനിപ്പോൾ യഥാർത്ഥ വഴി കണ്ടെത്തിയിരിക്കുന്നു. ഹലോ ജെന്റിൽമാൻ, ഹലോ മാഡം, എനിക്കൊരു 10 പൈസ തരുമോ? കണ്ടിട്ട് ഒരു മാന്യനാണെന്ന് തോന്നുന്നു. എന്തു പറ്റി? എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. എന്തിന് 10 പെസഹ ആക്കണം? 10 റൂബിൾ തന്നെ ഇരിക്കട്ടെ. എന്നാൽ എന്റെ വക ഒരു 5 റൂബിൾ കൂടി ഇരിക്കട്ടെ. താങ്ക് യു ജെന്റിൽമാൻ, താങ്ക് യു മാഡം, താങ്ക് യു മാഡം. ഇനി ഒരാഴ്ചത്തേക്ക് പിസ. കാമുകന്മാരെ,
നിങ്ങൾക്ക് മംഗളങ്ങൾ, നിങ്ങൾക്ക് മംഗളങ്ങൾ. ധനികനായ തെണ്ടി, തെണ്ടിയായ ധനികൻ. ഹലോ, വല്ലതും തന്നിട്ട് പോണേ, വല്ലതും തന്നിട്ട് പോണേ. എന്നതാണോ പിച്ചച്ചട്ടി, തെണ്ടി. തെണ്ടി എന്ന് വിളിക്കുന്നോടാ? അല്ല, ഞാൻ തെണ്ടി. വല്ലതും തന്നിട്ട് പോണേ. എഴുന്നേൽക്കടാ. നിന്നെ കണ്ടിട്ട് കള്ളലക്ഷണം. അയ്യോ, അതെന്റെ അച്ഛന്റെ ലുക്കാ സാറേ. അപ്പൊ തലമുറകളായി നിങ്ങൾ കള്ളന്മാരല്ലടാ. നടക്കടാ. കാമുകന്മാരെ, നിങ്ങളെ എന്തെങ്കിലും എന്റെ കൈ കിട്ടും. രാജകുമാര, നിന്റെ തല ഇടുത്തി വീഴും. എല്ലാം കാണുക, കാണുന്നുണ്ടെന്ന് കാണിക്കുക, ഏറെ ക്ഷമിക്കുക, കുറച്ചു മാത്രം തിരുത്തുക. പുഷ്പങ്ങളെയും പൂന്തോട്ടങ്ങളെയും വൃക്ഷലതാദികളെയും കാണുന്നതും ലാളിക്കുന്നതും ഇനീഗയുടെ പ്രിയങ്കരമായ വിനോദങ്ങളാണ്. ഒരു പൂവികൾ പോലും അടർത്തിയെടുക്കാൻ ഇനീഗോ സമ്മതിച്ചിരുന്നു. പാരീസിലെത്തി പഠനം തുടരുവാൻ ഇനീഗോ തീരുമാനിച്ചു. പക്ഷേ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും അധ്യാപകരും ഇനിഗോയ്ക്ക് എതിരായി. ഇനിഗോ, അവൻ ഇനി ഈ കോളേജിൽ വേണ്ട. ശരിയാ, അവനുണ്ടെ നമുക്ക് അറമാദിക്കാൻ പറ്റത്തില്ല. ചാക്കൊണ്ടുള്ള ഒരു കുപ്പായോ കോണസ നടത്തോ. അവനെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കാൻ എന്താ ഒരു വഴി? ഐഡിയ. എന്താ ഐഡിയ? അവനെതിരെ നമുക്ക് മുദ്രാവാക്യം വിളിക്കണം. ഇനിയൊക്കെ കോളേജിൽ നിന്ന് പുറത്താക്കുക. സേവ്യർ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് ഫലം? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് ഫലം പോലും. കൂട്ടുകാരെ, ഒരു സന്തോഷ വർത്തമാനം. എന്താ? ഇന്ന് കോളേജ് അവധിയാണാവുന്നേ. നമുക്ക് അടിച്ച് പൊളിച്ചാലോ? ദേ പാട്ട് അടിച്ചു കയറി വാ. ഇനി ആരും ഇവിടെ ശബ്ദമുണ്ടാകരുത്. ഇനിഗോ, കം ടു മൈ ഓഫീസ്. യേശുവേ സ്തോത്രം. ഇത് പറഞ്ഞ് മാറോട് ചേർത്ത ഒരു പുസ്തകം, പിന്നെ ചാക്ക് കൊണ്ടൊരു ഉടുപ്പ്. ഇവൻ ആരുടെ? ഇവിടെ തെറ്റുപറ്റിയത് എനിക്കാണ്. തീർച്ചയായും ഇദ്ദേഹം മഹാനായി വാഴ്ത്തപ്പെടും. ഇദ്ദേഹത്തിന്റെ ചിന്തകളും പ്രവൃത്തികളും മഹത്തരമാണ്. താങ്കൾ പറയുന്ന വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എനിക്ക് പഠിച്ചു വലിയ നിലകളിലെത്തണം. യൂണിവേഴ്സിറ്റിയിൽ അറിയപ്പെടുന്ന അധ്യാപകനാണ്. എന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് ഫലം? എന്തു പറ്റി സേവ്യർ? എനിക്കോ, എനിക്കെന്റെ മനോനില നഷ്ടപ്പെടുന്നു. നിന്റെ വിളക്കാവൂ. 1537 ജൂൺ 24 തീയതി വിനീസായിൽ വെച്ച് ഫാദർ സേവ്യർ പ്രഥമ പൗരോഹിത്യ പൂജ അർപ്പിച്ചു. ഒരു നാൾ പോർച്ചുഗീസ് രാജാവിൻ്റെയും മാർപ്പാപ്പയുടെയും നിർദ്ദേശമനുസരിച്ച് സേവ്യർ പൗരസ്ത്യ ദേശത്തേക്ക് യാത്രയായി. എന്താണ് ഇനിഗോ? ഫാദർ സേവ്യറിനോട് വരാൻ പറയൂ. എന്താണ് ഫാദർ? സേവ്യർ, അത്യധികം സന്തോഷവും അതോടൊപ്പം വേദനയും ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നെ വേദനപ്പെടുത്താതെ പറയൂ. സേവ്യർ, താങ്കൾ തന്നെ ഭാരതത്തിന്റെ മണ്ണിലേക്ക് പുറപ്പെടുക. രക്ഷകനെ പറ്റി അവരോട് പറയുക. അതാണ് ദൈവഹിതമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ
എങ്ങനെയത്? താങ്കൾ തന്നെ പോകണമെന്നാണ് ദൈവഹിതമെന്ന് മനസ്സ് പറയുന്നു. ദൈവഹിതമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. നല്ല തീരുമാനം. പുറപ്പെടുവാനുള്ള ഏർപ്പാടുകൾ തുടങ്ങുക. ഇഗ്നേഷ്യസ് ലയോള തൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നേറി. അദ്ദേഹം ദൈവത്തിൻ്റെ നാവായി മാറി. അദ്ദേഹം തിരിച്ചറിഞ്ഞു, യൂറോപ്പിലെ മതാചാരങ്ങൾ പലതും തെറ്റാണ്. ഭരണകർത്താക്കൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു, ജനങ്ങൾ ദൈവത്തിൽ നിന്ന്. ഇനിയോ ഒരു ഭിക്ഷാന്തേഹിയെ പോലെ ജനത്തോടൊപ്പം നിന്നു. ഭരണസിരാകേന്ദ്രങ്ങളിൽ ഇതിൻ്റെ പ്രതിധ്വനികളുണ്ടായി. ഇഗ്നേഷ്യസിനാൽ സ്ഥാപിക്കപ്പെട്ട ഈശ്വരസഭ ദൈവമാത്രത്തോടൊപ്പം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. അറിവിൻ്റെ തീജ്വാലകൾ നാടാകെ പരന്നു. വിദ്യാലയങ്ങളും സാംസ്കാരിക സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്ഥാപിക്കപ്പെട്ടു. തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, അറിവിൻ്റെ വെളിച്ചത്തിലൂടെ ഇഗ്നേഷ്യസ് ലയോള എന്ന ദൈവദൂതൻ ലോകത്തെ നയിച്ചു. കാലങ്ങൾ കടന്നു പോകവേ അദ്ദേഹം രോഗാതുരനായി. എങ്കിലും ദൈവഹിതം, ദൈവമഹത്വം അദ്ദേഹം നിറവേറ്റി. 1986 ജനുവരിയോടെ അസുഖങ്ങൾ കൂടി. ദിവ്യബലി അർപ്പിക്കാൻ ആവുന്നു. ഭക്ഷണം മിക്കവാറും കിടന്നു. ജൂലൈ 31 വെള്ളിയാഴ്ച ഇഗ്നേഷ്യസ് പിതാവ് ശാന്തമായി ഈ ലോക ജീവിതത്തോട് വിട പറഞ്ഞു. റോമാക്കാർ പരസ്പരം പറഞ്ഞു, വിശുദ്ധൻ മരിച്ചു. ഈശോ സഭയുടെ പ്രത്യാശ കർത്താവായ ദൈവത്തിൽ മാത്രമായിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. സാധാരണക്കാരനെ പോലെ അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. കാലങ്ങൾക്ക് ശേഷം ഇഗ്നേഷ്യസ് ലയോള വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇഗ്നേഷ്യസ് ലയോള നമ്മളിലൂടെ ജീവിക്കുന്നു.